ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്താ തെളിയിച്ചേ? ഇവിടുത്തെ ആധുനികന്മാരും പരമപരിഷ്കാരികളും എന്ന് അവകാശപ്പെടുന്നവൻ്റെയൊക്കെ അടുത്തേക്കൊരു പെണ്ണ് കയറി ചെന്നാൽ അവളെ കശക്കിയെറിയുന്ന കശ്മലന്മാർ മാത്രമാണ്. എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഓ, ആണും പെണ്ണും തമ്മിലൊന്ന് കണ്ടുപോയാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴുമോ, ഇസ്ലാമിൻ്റെ പഴഞ്ചൻ സംസ്കാരവും കൊണ്ട് വരികയാണ് തീവ്രവാദികൾ എന്നൊക്കെയല്ലേ പറഞ്ഞേ. എവിടെയെങ്കിലും ഒരു പെണ്ണൊരാണിൻ്റെ അടുത്തേക്ക് തനിച്ച് കയറിപ്പോയിട്ട് സുരക്ഷിതയായി കടന്നു വന്നു എന്ന് പറയാനാവുന്ന എന്തെങ്കിലും തെളിവുണ്ടോ? എന്താ ഹേമ കമ്മീഷൻ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടുത്തെ വലിയ എത്ര പേരാ അവൻ്റെയൊക്കെ ആരാധകന്മാരായിട്ടുള്ളത്? എത്ര പേരാണ് ഈ വൃത്തികെട്ടവന്മാരുടെ ആരാധകന്മാരായിട്ടുള്ളത്? ഈ സമുദായം മുഴുവൻ അവൻ്റെയൊക്കെ ആരാധകന്മാരാണ്. അള്ളാഹുവിൻ്റെ ആരാധനയ്ക്ക് പകരം അവൻ്റെയൊക്കെ ഫാൻസായി മാറി. ആരുടെ അന്യ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ അള്ളാഹു കൽപ്പിച്ച പരിശുദ്ധമായ സന്ദേശത്തിൻ്റെ അന്തസത്തയെ തൊടാൻ കഴിയാത്ത വൃത്തികെട്ടവന്മാർ, മനസ്സിൽ വിശുദ്ധിയില്ലാത്തവന്മാർ അല്ലേ സർക്കാരിനെ പിടിച്ചുലച്ചത്? മുഖ്യമന്ത്രിമാർ വരെ എത്തിച്ചേർന്ന വിവാദങ്ങളിലേക്ക് ഓരോ മന്ത്രിമാരും ജനപ്രതിനിധികളും അപവാദ ചുഴിയിലകപ്പെട്ടത് ഒരൊറ്റ പെണ്ണ് കാരണമല്ലേ? ഈ സർക്കാരല്ല, ഇതിനു മുമ്പത്തെ സർക്കാർ. ഈ സർക്കാരും ചെറുപ്പക്കാരിയായ ഒരു പെണ്ണ് കാരണമല്ലേ മന്ത്രിമാരും സ്പീക്കറും മുഖ്യമന്ത്രി വരെ അപവാദ ചുഴിയിലകപ്പെട്ടത്? പെണ്ണും ആണും തമ്മിൽ ഏകാന്തതയിൽ അകപ്പെട്ടാൽ അപകടമാണെന്ന പരിശുദ്ധ ഖുർആനിൻ്റെ ഈ സന്ദേശത്തെ, ഈ അന്തസത്തയെ ഉൾക്കൊള്ളാൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, മനസ്സിൽ അഴുക്കില്ലാത്ത വൃത്തിയുള്ളവന്മാർക്കേ കഴിയൂ. അത് മുസ്ലിമാണെന്ന് പേരിട്ടാണെന്നിട്ട് കാര്യമൊന്നുമില്ല. ഇത് പറയാൻ പോലും ഇന്ന് ആളുകൾക്ക് പേടിയാ. ഇങ്ങനെയൊക്കെ പറയാമോന്നാ പരിശുദ്ധ ഖുർആൻ മാനവരാശിയുടെ മാർഗദർശനത്തിനായി വഴികാട്ടിയായി അള്ളാഹു നൽകിയ അള്ളാഹുവിൻ്റെ അമൂല്യമായ ഒരു ഗ്രന്ഥമാണ്. കാലത്തിൻ്റെ ദേശത്തിൻ്റെ സ്വാധീനങ്ങൾക്കോ മാറ്റങ്ങൾക്കോ വശംവദമാകാതെ അതിൻ്റെ തനതായ നിലപാടുകളെ എന്നും നിലനിർത്തി മനുഷ്യരാശിയെ നേരിലേക്ക് മാർഗദർശനം ചെയ്യുന്ന ഈ ലോകത്തെ ഒരേ ഒരു മാർഗദർശക ദീപമാണ്, ഗ്രന്ഥമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ആ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ വാഖിഅ, അതിൻ്റെ ആശയങ്ങൾ നമ്മൾ പല ആഴ്ചകളിലും ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് വളരെ സവിസ്തരമായി പരാമർശിക്കുകയും മനുഷ്യൻ ആരൊക്കെയായാലും എന്തൊക്കെയായാലും എവിടെയൊക്കെ ആയാലും ആത്യന്തികമായി മനുഷ്യൻ 3 വിഭാഗമായിട്ടാണ് തരംതിരിയുന്നതെന്നും അവരാരൊക്കെയാണെന്നും എല്ലാമാണ് അവിടെ പറഞ്ഞത്. നന്മകളുടെ വഴികളിലൂടെ തന്നെ സഞ്ചരിക്കാൻ ഭാഗ്യം ലഭിച്ച അസൂയാർഹരായ ഭാഗ്യവാന്മാരെയും, എന്നാൽ നന്മയോടൊപ്പം തിന്മയും കൂട്ടിക്കുഴച്ച് ജീവിച്ച കഷ്ടിച്ച് രക്ഷപ്പെടുന്ന ഒരു വിഭാഗത്തെയും സ്വർഗാവകാശികളും രക്ഷപ്പെട്ടവരുമായി അള്ളാഹു പരിചയപ്പെടുത്തി. വിജയിക്കുന്നവരിൽ 2 കൂട്ടരാണ് എന്ന്. പിന്നീടുള്ള മുഴുവൻ ആളുകളും നരകാവകാശികളാണ്, പരാജയപ്പെടുന്നവരുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ന്യായങ്ങളും അവർക്ക് ലഭിക്കാൻ പോകുന്നതും ആ സൗഭാഗ്യങ്ങളുമൊക്കെ നമ്മെ പരിചയപ്പെടുത്തി. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വരാൻ പോകുന്ന ലോകത്തെ സംബന്ധിച്ചുള്ള ഇത്ര കൃത്യവും വ്യക്തവുമായ പ്രതിപാദനങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളിൽ നമുക്ക് സംശയമുണ്ടെങ്കിൽ, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ലോകത്തെ, നിങ്ങളെ നിലനിർത്തിപ്പോരുന്ന വായു അടക്കം, വെള്ളമടക്കം, തീയടക്കം, മണ്ണടക്കമുള്ള നിങ്ങളുടെ സൗഭാഗ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതിലേതിലാലോചിച്ചാലും അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിൽ ഊട്ടി ഉറപ്പിക്കാനും അവനെ അനുസരിക്കാനല്ലാതെ അനുസരണത്തിൽ നിന്ന് വഴിമാറി നടക്കാൻ അവകാശമില്ല എന്നും ബോധ്യപ്പെടുമെന്ന് അള്ളാഹു പറഞ്ഞു. അള്ളാഹു അതിൻ്റെ ഒടുവിൽ പറയുകയാണ്, നക്ഷത്രങ്ങളെ പിടിച്ചാണയിട്ടുകൊണ്ട് നക്ഷത്രങ്ങളുടെ പതന കേന്ദ്രങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുകയുണ്ടായി, അത് നിങ്ങൾ എന്നെങ്കിലും മനസ്സിലാക്കുമെങ്കിൽ ഇന്നഹു ലഖസം ലൗ തഅലമൂൻ, നിങ്ങൾ എന്നെങ്കിലും മനസ്സിലാക്കുമെങ്കിൽ അളീം, അതൊരത്ഭുതകരമായ സത്യമാണ് നക്ഷത്രങ്ങളുടെ പതനങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത്. സഹോദരങ്ങളെ, ആധുനിക കാലം പഴയ കാലത്തൊന്നും മനസ്സിലാക്കാനാവാത്ത, നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ചില ഭാഗത്ത് ഒരു വാക്ക് പറഞ്ഞാൽ അത് അന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലാത്തതും പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് എപ്പോഴും അള്ളാഹു പറയുന്നത്.
അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് പറയുന്നുണ്ട്, വൽ ഖൈല വൽ ബിആല വൽ ഹമീറ ലിതർകബൂഹ വയഖ്ലുഖു മാ ലാ തഅലമൂൻ. കുതിരയെയും കോവർ കഴുതിയെയും അതുപോലെ തന്നെ കഴുതയെയുമൊക്കെ നിങ്ങളുടെ വാഹനമായി ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു. അള്ളാഹു തുടർന്ന് പറയുന്നു, വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കിപ്പോൾ അറിയാൻ കഴിയാത്ത വാഹനങ്ങൾ പിറകെ നാം സൃഷ്ടിച്ച് തരികയും ചെയ്യും. ഇന്ന് നാം ജീവിക്കുന്ന ലോകത്ത് കുതിരയെ, കഴുതയെ, ഒട്ടകത്തെ, കോവർ കഴുതയെ ഒക്കെ വാഹനമാക്കി തന്നില്ലേ എന്ന അനുഗ്രഹത്തെക്കുറിച്ച് മാത്രം അള്ളാഹു പറഞ്ഞു നിർത്തിയാൽ ആ പഴഞ്ചൻ കാലഘട്ടത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാത്രമുള്ള ഒരു വിശാല പരിജ്ഞാനത്തിൻ്റെ ഉടമയായ അള്ളാഹു ആണ് ഇത് സംസാരിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയം തോന്നും. അള്ളാഹു അവിടെ ഒരു ടിപ്പണി പോലെ ചേർക്കാറുണ്ട്, വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത വാഹനങ്ങളെ പിറകെ നാം പടച്ചു തരികയും ചെയ്യും എന്ന്. നോക്കൂ, അങ്ങനെ അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞു തരേണ്ടതുണ്ടോ? അന്ന് അങ്ങനെ എന്തിന് അള്ളാഹു പറയണം? ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു വാഹനത്തെ ഏതെങ്കിലും ജന്തു ലോകത്ത് അള്ളാഹു വേറെ പടച്ചിട്ടില്ലല്ലോ. അപ്പോൾ വേറെ വാഹനങ്ങളായി നിങ്ങൾക്ക് ഇനിയും നാം പലതും പടച്ചു തരുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇത് പടച്ചവൻ്റെ വർത്തമാനമാണ്. അതുപോലെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും അങ്ങനെ പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളിലും ഇണകളെ സംവിധാനിച്ച അള്ളാഹു എത്ര പരിശുദ്ധനാണ്. മിമ്മാ തുമ്പിത്തുള്ളർദു, ഭൂമിയുടെ ഉൽപ്പന്നങ്ങളിലൊക്കെ ഇണകളുണ്ട്. ഒമിൻ അംഫുസിയും, മനുഷ്യരുടെ ബോഡികളിൽ, ശരീരങ്ങളിലുമുണ്ട് ജോഡികൾ, ഇണകളുണ്ട്. ഒമിമ്മാ ലാ യഅലമൂൻ, അവർ അറിയാത്ത, ഇപ്പോൾ അവർക്കറിയാത്തതിലും ഇണകളുണ്ട്. നോക്കൂ, അന്നറിയാത്തതും പിന്നീട് അവർ അറിയാനിടയുള്ളതുമാണെന്നുള്ള സൂചന ഇവിടെയും അള്ളാഹു നൽകുകയാണ്. പുതിയ ലോകത്ത് നമ്മൾ ആറ്റം പിളർന്നു നോക്കി, യുസുല്ലായത്ത ജസ്സ, വിഭജന സാധ്യമല്ലാത്ത പദാർത്ഥത്തിൻ്റെ കണിക എന്ന് ലോകം ഒരു കാലത്ത് വിധി എഴുതിയിരുന്ന പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയായ ആറ്റമിനെ നാം ഒന്ന് പിളർന്ന് പരിശോധിച്ചപ്പോൾ അവിടെയും ഇണകളെ എല്ലാറ്റിലും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിൻ്റെ വളരെ കൃത്യമായ ഒരു സാക്ഷാത്കാരമാണ് മാനവരാശി ദർശിച്ചത്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും അതാ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇണകൾ, ജോഡികൾ, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും. യഖ്ലുഖു മാ ലാ തഅലമൂൻ, അള്ളാഹു അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ആ പറഞ്ഞ ആശയം അവ്യക്തമല്ല. എന്നിട്ടും വരാൻ പോകുന്ന ഭാവിയുടെ ചൂണ്ടുപലകയായി അള്ളാഹു അവിടെ ഉപയോഗിച്ചു വയഖ്ലുഖു മാ ലാ തഅലമൂൻ. അള്ളാഹു പറഞ്ഞു ഒ മിമ്മാ ലാ യഅലമൂൻ, അവർക്ക് ഇന്നറിയാത്തതും നാളുകളിൽ അവരറിയാനിടയുള്ളതുമായ സംഗതി എന്നാണ്. അവർക്ക് ഇന്നറിയില്ലത് എന്ന് അള്ളാഹു സൂചിപ്പിക്കുക. നമ്മളിന്ന് അറിഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖുർആൻ്റെ അത്ഭുതമാണിത്. അതുപോലെ അള്ളാഹു ഇവിടെ പറഞ്ഞത് എന്താണ്? ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, നക്ഷത്രങ്ങളുടെ പതന കേന്ദ്രങ്ങളെക്കുറിച്ച്, പതന സ്ഥാനങ്ങളെക്കുറി പിടിച്ച് ആണയിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ. വ ഇന്നഹു ലഖസമുൻ അളീം, തീർച്ചയായും അതൊരു വല്ലാത്ത സത്യമാണ് ഞാൻ നിങ്ങളോട് ചെയ്യുന്നത് എന്ന് പറയുന്നതിനിടയിലാണ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞതാണ്, ഇതിനിടയിൽ മുറിച്ചുകൊണ്ട് അവിടെയും പറയുന്നു ലൗ തഅലമൂൻ വയഖ്ലുഖു മാ ലാ തഅലമൂൻ വമിമ്മാ ലാ യഅലമൂൻ. ലൗ തഅലമൂൻ, അവർക്കറിയാൻ കഴിയുമെങ്കിൽ നാളെ ഞാൻ ഈ പറയുന്നതൊരു വല്ലാത്ത സത്യമാണെന്ന് അവർ നാളെ അറിയും. നോക്കൂ, ഇന്ന് നമുക്കറിയാം നക്ഷത്രങ്ങളുടെ ലോകത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച്. നക്ഷത്രങ്ങൾ, അതിരുകളില്ലാത്ത പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്ര രാശികളെക്കുറിച്ച്, താരാപഥങ്ങളെക്കുറിച്ച് നമുക്കിന്ന് മാനവരാശിക്ക് വലിയ അറിവുകളുണ്ട്. നാം ഒരു നക്ഷത്രക്കൂട്ടത്തിലെ അംഗമാണ്. ആകാശഗംഗ എന്ന നക്ഷത്രക്കൂട്ടത്തിലെ അംഗമാണ്. സഹോദരങ്ങളെ, അതിൽ നിന്ന് നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന നക്ഷത്ര ആകാശഗംഗയിൽ നാം ഇന്ന് ക്ഷീരപഥത്തിലൂടെ നാം ഊളിയിടുകയാണ്. 10,000 കോടി സൗരയൂഥങ്ങളാൽ സമ്പന്നമാണത്. അറിയുമല്ലോ ഒരു സൗരയൂഥം? നമ്മുടെ സൂര്യനും സൂര്യനെ ചുറ്റുന്ന 9ഓളം ഗ്രഹങ്ങളും കൂടുമ്പോഴാണ്. ഒരു സൂര്യന് തന്നെ ഈ ഗോളങ്ങളെക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട്, ഭൂമിയേക്കാൾ. അതാണ് ഒരു സൗരയൂഥമെങ്കിൽ 10,000 കോടി സൗരയൂഥമുള്ള ഒരു ഗാലക്സി, നക്ഷത്രങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അളീം,
നക്ഷത്ര പതന കേന്ദ്രങ്ങളെക്കുറിച്ച് നിങ്ങൾ നാളെ അറിയുമെങ്കിൽ അത് വല്ലാത്തതായിരിക്കും. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗ്രന്ഥം എത്ര അത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണ്. അത് നമ്മുടെ മുമ്പിൽ ഉന്നയിക്കുന്ന പ്രമേയങ്ങൾ എത്ര വിശാലാർത്ഥമുള്ളതാണ് എന്നത് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു പറഞ്ഞു ലൗ തഅലമൂന അളീം. സഹോദരങ്ങളെ, ആ നക്ഷത്രങ്ങൾ ഒരു ഗാലക്സി അല്ല, ഇതുപോലത്തെ 10,000 കോടി സൗരയൂഥങ്ങളുള്ള സോളാർ സിസ്റ്റമുള്ള ഒരു ഗാലക്സി അല്ല ഉള്ളത്. അതുപോലെ 20,000 കോടി ഗാലക്സികൾ നാം ഇതിനകം കണ്ടെത്തിയത്രേ. കാണാത്തത് ഇനിയും അപ്പുറത്താണ്. 20,000 കോടി സൂര്യനല്ല, 20,000 കോടി സൗരയൂഥമല്ല, 20,000 കോടി ഗാലക്സികൾ. ഒരു ഗാലക്സിയിൽ 10,000 കോടി സൗരയൂഥം. ആ സൗരയൂഥങ്ങളിലെ ഓരോ നക്ഷത്രങ്ങളും ഒന്നൊന്നായി അതിൻ്റെ പ്രകാശവൃത്തം, അതിൻ്റെ ജീവിതവൃത്തം പൂർത്തിയാക്കി പതനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് പൊലിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് എന്ന് ആ പൊലിഞ്ഞു പോയ നക്ഷത്രങ്ങളുടെ പേരാണ് ബ്ലാക്ക് ഹോൾസ്, തമോഗർത്തങ്ങൾ എന്ന് ആധുനിക ശാസ്ത്രം നമ്മെ പഠിക്കുന്നത്. ഓരോ നക്ഷത്രങ്ങളെയും നിലനിർത്തിപ്പോരുന്ന സൂര്യനിൽ നിലനിൽക്കുന്ന ഹൈഡ്രജനും ഓക്സിജനും പരസ്പരം കൊണ്ടും കൊടുത്തും മാറിയും കൈമാറിയും കത്തിക്കൊണ്ടിരിക്കുന്ന ആ കത്തലിനിടയിൽ അവയുടെ ആ ഇന്ധനം തീർന്ന് കത്തി ഇന്ധനം തീരുമ്പോൾ അവ പിന്നീട് ആകുന്നത് തമോഗർത്തങ്ങളാണ്, ബ്ലാക്ക് ഹോൾസ്. ആ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഒരു സ്പൂൺ ബ്ലാക്ക് ഹോൾ പദാർത്ഥത്തിൻ്റെ പിണ്ഡത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികൾ സയൻസിൽ ഡിഗ്രിക്ക് പഠിക്കുന്നവരൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. എന്താ പറയുന്നത്, ഒരു ആനയുടെ മസ്തകത്തിൽ ഒരു സ്പൂൺ ബ്ലാക്ക് ഹോളിൻ്റെ ഒരു സ്പൂൺ എടുത്ത് ഒരു ആനയുടെ മസ്തകത്തിൽ വെച്ചാൽ അതിൻ്റെ ഭാരം താങ്ങാനാവാതെ ആന ഇരുന്നു പോകുമത്രേ. ഫഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അളീം. ജ്വലിച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന ഈ നക്ഷത്രങ്ങൾ ഒന്നൊന്നായി അതിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ട് ഹീറ്റ് താപമരണം സംഭവിച്ച് അടർന്ന് താഴോട്ട് വീഴുന്നു. അതിനെക്കുറിച്ച് സത്യം ചെയ്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു ലൗ തഅലമൂന അളീം. നിങ്ങൾ എന്തെങ്കിലും ഒരു നാൾ അറിയുമെങ്കിൽ അതൊരു വല്ലാത്ത സത്യമാണെന്നറിയും. നിങ്ങൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൻ്റെ അത്ഭുതം അറിയണം. പരിശുദ്ധമായ ഖുർആനിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് അറിയാത്ത ഒരു ജനതയ്ക്ക് ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ മാർഗദർശനം അനുസരിച്ച് ജീവിക്കാൻ സാധ്യമല്ല. അതിന് നമ്മൾ പഠിക്കണം സഹോദരങ്ങളെ. ഇത്രയും പറഞ്ഞിട്ട് ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. ആ താരാപഥങ്ങളിൽ അടുത്ത കാലത്ത് ഇരുളിൻ്റെ ആർത്തി എന്ന് പറഞ്ഞ് മലയാള മനോരമയുടെ ഞായറാഴ്ച പതിപ്പിൽ എടുത്തൊന്നുമല്ല, 10-15 കൊല്ലം മുമ്പ് ഒരു വാർത്ത വന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. അവർ പറഞ്ഞു 30,000 കോടി സൂര്യന്മാരുടേതിന് തുല്യമായ സൗരപദാർത്ഥങ്ങളെ, വാതകപിണ്ഡങ്ങളെ തിന്നു തീർത്തിട്ടും ആർത്തി അടങ്ങാത്ത ഒരു വലിയ തമോഗർത്തം പ്രപഞ്ചത്തിൻ്റെ മധ്യത്തിൽ പതുങ്ങിക്കിടക്കുന്നുണ്ട് എന്നറിഞ്ഞതിൻ്റെ അങ്കലാപ്പിലാണെന്ന് ശാസ്ത്രലോകമെന്ന്. 30,000 കോടി സൂര്യൻ്റേതിന് തുല്യമായ വാതകങ്ങൾ തിന്നു തീർത്തിട്ടും ആർത്തി അടങ്ങാത്ത ഇരുളിൻ്റെ ഗുഹകൾ. നരകത്തെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞെന്താ? ഇരുളിൻ്റെ ഗുഹയെന്നാണ് അല്ലേ? ഇരുളിൻ്റെ ഗുഹകൾ പതുങ്ങിക്കിടക്കുന്നു, പ്രകാശങ്ങളെ വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഗോളങ്ങളെ പിടിച്ച് തിന്നുകൊണ്ടിരിക്കുന്നു. ഇന്ധനമാകുന്ന നരകത്തിൻ്റെ ഇന്ധനമാകുന്നത് വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യനും അതോടൊപ്പം തന്നെ പർവ്വതങ്ങളുമാണെന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. തിന്നാൽ ആർത്തി തീരുമോ? നാളെ നരകത്തോടുള്ള ചോദിക്കും ഹൽമിം മസീദ്, ആർത്തി അടങ്ങിയോ, മതിയായോ? ആർത്തി തീർന്നോ, മതിയായോ? നരകം ചോദിക്കും അത്രേ, ഹൽമിം മസീദ്, ഇല്ല അള്ളാഹ് ആർത്തി ശമിച്ചിട്ടില്ല, ഇനിയും ഉണ്ടോ എന്ന് ചോദിക്കും പരിശുദ്ധ ഖുർആൻ. ഇരുളിൻ്റെ ആർത്തി, ഇരുളിൻ്റെ ഗുഹയുടെ ആർത്തി അടങ്ങുന്നില്ല. എത്രയധികം പാറകളും പർവ്വതങ്ങളും ഗ്രഹങ്ങളും ഛിന്നഗ്രഹങ്ങളും തിന്നു തീർത്താലും എന്ന് ആധുനിക ലോകം പറയുമ്പോൾ ഫലാ ഉഖ്സിമു, ഇങ്ങനെ പ്രകാശം പൊലിഞ്ഞ് താഴോട്ട് നിപതിക്കുന്ന ഇത്തരം ഭഗ്നഗ്രഹങ്ങൾ, ആ ഗ്രഹങ്ങളുടെ വീഴ്ചയെ, അതിൻ്റെ പതന കേന്ദ്രങ്ങളെക്കുറിച്ച് ഞാൻ സത്യം ചെയ്യുന്നു. അതൊരു വല്ലാത്ത സത്യമാണ്. ലൗ തഅലമൂൻ, നിങ്ങൾ എന്തെങ്കിലും ഒരു നാൾ അറിയുമെങ്കിൽ. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ നമ്മൾ പഠിക്കണം സഹോദരങ്ങളെ. അത് അള്ളാഹു മാനവരാശിക്ക് നൽകിയ ഗ്രന്ഥമാണ്. അള്ളാഹു എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് പറയും ഇന്നഹു ലഖുർആനുൻ കരീം. എവിടെ അള്ളാഹു പുതിയ കാലഘട്ടത്തിൻ്റെ വിസ്മയങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ടോ, അത് വാഹനത്തിൻ്റേതാകട്ടെ, അതുപോലെ തന്നെ ആറ്റമിക് വിപ്ലവത്തിൻ്റേതാകട്ടെ, അതല്ലേ പുതിയ കാലം, ആറ്റത്തെ പിളർന്നു നോക്കിയെടുത്ത് അവിടെയൊക്കെ ഒമിമ്മാ ലാ യഅലമൂൻ വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എന്നൊരു ടിപ്പണി ചേർത്തിട്ടുണ്ട്.
നക്ഷത്രലോകത്തിൻ്റെ അത്ഭുതങ്ങളിലേക്ക് ആകാശയാനങ്ങളിലൂടെ ഊളിയിട്ട് ഉൽക്രമിച്ച് സഞ്ചരിച്ച മാനവരാശി നക്ഷത്രത്തിൻ്റെ ലോകത്തിൻ്റെ വിസ്മയങ്ങൾ കണ്ടെത്തി നമ്മളെ അറിയിച്ചപ്പോഴും അക്കാര്യം പറഞ്ഞിടത്തും അള്ളാഹു പറഞ്ഞു, നക്ഷത്രപതനങ്ങളുടെ കേന്ദ്രങ്ങളെക്കുറിച്ച് ഞാൻ ആണയിടുന്നു, നിങ്ങൾ അറിയുന്നൊരു നാൾ അറിയുമെങ്കിൽ അതൊരു വല്ലാത്തൊരു ശബ്ദമാണെന്ന് നിങ്ങൾക്ക് നാളുകളിൽ തിരിച്ചറിയാനാവും. ഇന്നഹു ലഖുർആനുൻ കരീം. ഇത് മാന്യമായൊരു ഗ്രന്ഥമാണ്. ഇത് മാന്യമായൊരു ഗ്രന്ഥമാണ്. സൂറത്തുൽ വാഖിഅ പറയുക, ഇതുപോലെ മാന്യമായൊരു ഗ്രന്ഥമില്ല, അമാന്യമായതൊന്നുമില്ല, അശ്ലീലമായതൊന്നുമില്ല, സദാചാര വിരുദ്ധമായതൊന്നുമില്ല, അധാർമികമായതൊന്നുമില്ല. ഇന്നഹു ലഖുർആനുൻ കരീം. ഇതാണ് മാന്യമായ ആ ഗ്രന്ഥം. ഫീ കിതാബിൻ മക്നൂൻ. അത് യഥാർത്ഥത്തിൽ ഗുപ്തമായ ഗ്രന്ഥത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഗ്രന്ഥമാണ്. ഗുപ്തമായ ഇതാണ് ഖുർആൻ. ഇതാണ് നിങ്ങൾ പാരായണം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ വചനം. ഫീ കിതാബിൻ മക്നൂൻ. നിങ്ങൾ കാണാത്ത ഗുപ്തമായ ആധാര ഗ്രന്ഥത്തിൽ അത് ഒളിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതല്ല ഖുർആൻ. യഥാർത്ഥ ഖുർആനിനെ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. അതിനെ പരിശുദ്ധിയുടെ പരകോടി പ്രാപിച്ചവരല്ലാതെ തൊടുന്നു പോലുമില്ല. പരിശുദ്ധിയുടെ പരകോടി പ്രാപിച്ചവർക്കല്ലാതെ സ്പർശിക്കാൻ പോലും ആവാത്ത ഒരു ഗ്രന്ഥമുണ്ട്, അഥവാ മലക്കുകൾക്ക് മാത്രം സ്പർശിക്കാനാവുന്ന ഒരു ആധാര ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പാകത്തിൽ അള്ളാഹു അക്ഷരക്കൂട്ടുകളായി, അത് സഹീഫയായി, മുസഹഫായി നിങ്ങൾക്ക് മുമ്പിൽ തന്നതാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ കാണുന്നത് അല്ല, ഈ ഓതുന്നതല്ല യഥാർത്ഥത്തിലുള്ള ഗ്രന്ഥം. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. യഥാർത്ഥ ഗ്രന്ഥത്തെ പരമപരിശുദ്ധരേ സ്പർശിക്കുന്നുള്ളൂ. ശുദ്ധിയുള്ളവരെന്നല്ല, താഹിരീങ്ങളല്ല, മുതഹ്ഹറൂൻ. ശുദ്ധിയിൽ അതിൻ്റെ പരമാവധി പരമകാഷ്ഠ പ്രാപിച്ചവർ, ജന്മസഹജമായ വിശുദ്ധി, അശുദ്ധി സങ്കല്പിക്കാൻ പോലുമാവാത്തവർ, അശുദ്ധിയെ തീണ്ടാൻ പോലുമാവാത്ത പ്രകൃതമുള്ളവർ, അങ്ങനത്തെ മുത്തഹരീങ്ങൾ മാത്രമാണ്, മലക്കുകളാണ് ഈ ഗ്രന്ഥം തൊടുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിനെ മഹാന്മാർ വിശദീകരിക്കുന്നു, ഇതൊരു വല്ലാത്ത ഗ്രന്ഥമാണ്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ പഠിക്കണം, അതിൻ്റെ മാഹാത്മ്യത്തെ അറിയണം, അത് പറയുന്ന സന്ദേശങ്ങളെ തിരിച്ചറിയാൻ, തൊട്ടറിയാനാവണം. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. അതിൻ്റെ അകക്കാമ്പ് തൊടുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സമീപസ്ഥരായ പരിശുദ്ധിയുള്ള മലക്കുകൾ മാത്രമാണ്. എന്താണ് അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെന്ന് അതിൻ്റെ ഉള്ളറിഞ്ഞ് അതിനെ സ്പർശിക്കുന്നത് അള്ളാഹുവിൻ്റെ മലക്കുകൾ മാത്രമാണ്, വേറെ ആർക്കും പറ്റില്ല. നമ്മളിപ്പോൾ കുറേശ്ശെ പുതിയത് അറിഞ്ഞു വരുമ്പോഴാണ് അതിൻ്റെ ഉള്ളറകളിലേക്ക് സ്പർശിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. അത് പുതിയ അറിവുകൾ അത്ഭുതമാണ്. പക്ഷേ ഇത് നമ്മൾ അറിയും മുമ്പേ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾക്കറിയാത്തത്, അവർ അറിയാത്തത് എന്നൊക്കെ അള്ളാഹ് പറഞ്ഞ സംഗതികളെ അറിയും മുമ്പേ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പറഞ്ഞു വച്ചിരിക്കുകയാണ്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. അങ്ങേയറ്റം പരിശുദ്ധി നിറഞ്ഞവർക്കേ അതിൻ്റെ അകക്കാമ്പ് തൊടാനാവുന്നുള്ളൂ, മലക്കുകൾക്കേ തൊടാനാവുന്നുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥമെന്നാണ് ഒരു വട്ടം പണ്ഡിതന്മാർ പറയുന്നത്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. മറ്റൊരു വിഭാഗം ഉലമാക്കൾ, ഇതിൽ നിന്ന് ഫുഖഹാക്കൾ എല്ലാവരും കണ്ടെത്തിയ മറ്റൊരർത്ഥം, വിശുദ്ധിയുള്ളവർക്കല്ലാതെ, ചെറിയ അവിശുദ്ധിയല്ല, വലിയ വിശുദ്ധിയുള്ളവർ, ചെറിയതും വലിയതുമായ അശുദ്ധിയിൽ നിന്ന് മുക്തിയായവർക്ക് മാത്രമേ ഈ ഖുർആനിനെ തൊടാൻ അവകാശമുള്ളൂ എന്നുകൂടി ഈ ആയത്തിന് അർത്ഥമുണ്ട് എന്ന് മഹാന്മാരായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു. വലാ യമസ്സുൽ ഖുർആന ഇല്ലാ താഹിർ. മുഹമ്മദ് ബിൻ ഹസം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ശുദ്ധിയുള്ളവരല്ലാതെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ തൊടാൻ പാടില്ല എന്ന സന്ദേശവും കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് നൽകുന്നത് എന്ന്. വേറെയും ഹദീസുകളിൽ നമുക്ക് കാണാം, അള്ളാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, ശുദ്ധിയുള്ളവർക്കേ തൊടാവൂ, അശുദ്ധിക്കാർക്ക്, ജനാബത്തുകാർക്ക് ഖുർആൻ തൊട്ടുകൂടാ. മുഅ്മിനീങ്ങളോടാണ് ഇത് പറയുന്നത്, അല്ലാത്തവരോടല്ല. ലാ യമസ്സുഹു എന്ന് പറഞ്ഞാൽ അത് തൊടുകയേയില്ല, ശുദ്ധിയുള്ളവരല്ലാതെ എന്നാണ് അതിനർത്ഥം. ശുദ്ധിയുള്ളവരെ തൊടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ളവരെ തൊടാവൂ എന്നുകൂടി അതിന് വ്യാഖ്യാനമുണ്ട് എന്ന് പണ്ഡിതന്മാർ എല്ലാവരും ഒരുപോലെ പറഞ്ഞത്. അതുകൊണ്ട് അതോടുകൂടിയേ നമ്മൾ ഖുർആൻ തൊടാറുള്ളൂ. വിശുദ്ധിയുള്ളവരാണ് പരിശുദ്ധ ഖുർആനിനെ സ്പർശിക്കേണ്ടത് എന്ന ഹുക്കുമ് കൂടി അതിനകത്ത് പിടിച്ചത്. പക്ഷേ ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയല്ല. അത് തൊടുന്നത്, അതിൻ്റെ അകക്കാമ്പ് തൊടുന്നത് മലായിക്കത്തുകളാണ്. പിന്നെ അതുപോലെ തന്നെ അത് തൊടുന്നുള്ളൂ, ശുദ്ധിയുള്ളവരല്ലാതെ അത് തൊടുന്നില്ല എന്ന് പറഞ്ഞാൽ ശുദ്ധി നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ അകക്കാമ്പിലേക്ക് കടന്നു ചെല്ലാനോ
അതിൻ്റെ ഉള്ളറകളെ തൊടാനോ കഴിയില്ല. മനുഷ്യരാശിക്കും പരിശുദ്ധമായ ഖുർആൻ അവൻ്റെ കൈവശം എത്ര പ്രതികളുണ്ടായാലും, എത്ര മനോഹരമായ താളുകളിൽ ലിഖിതം ചെയ്ത അതുപോലെ തന്നെ സ്വർണ്ണ കൊണ്ട് അലങ്കൃതമായ ഗ്രന്ഥം ഖുർആൻ അവൻ്റെ കയ്യിലുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലേക്കൊന്ന് തൊട്ടു നോക്കാൻ മനസ്സിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയ മാനവരാശിക്ക് കഴിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മഹാന്മാർ വിശദീകരിക്കുക. അതുകൊണ്ടാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് യുളില്ലു ബിഹി കസീറാ വയഹ്ദി ബിഹി കസീറാ. അള്ളാഹു ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഒരു വലിയ വിഭാഗത്തെ വഴികേടിലാക്കും. ഖുർആൻ കയ്യിലുള്ളത് കൊണ്ട്, ഖുർആൻ വീട്ടിലിരുന്നത് കൊണ്ട്, ഖുർആൻ്റെ ആളാന്ന് പറഞ്ഞതുകൊണ്ട്, മുസ്ലിമാണെന്ന് ഭാവിച്ച് നടക്കുന്ന ഒരാൾക്കും ഖുർആനിൻ്റെ വിശുദ്ധി, അതിൻ്റെ ഹഖായിഖുകളെ, അതിൻ്റെ അസ്റാറുകളെ, അത് നമ്മെ പഠിപ്പിക്കുന്ന സന്ദേശത്തിൻ്റെ അകംപൊരുളുകളെ തൊടാൻ ഉള്ളു നന്നായവനല്ലാതെ, ഉള്ളിൽ വിശുദ്ധിയുള്ളവനല്ലാതെ പറ്റൂല. വൃത്തികേടുകൾ കൊണ്ട് ഹറാമായ സമ്പാദ്യം തിന്നും മതിച്ച് കൊഴുത്ത് പലിശ കൊടുത്തും പലിശ വാങ്ങി തിന്നും ആ നിലയിൽ മലീമസമായി പോയവന് ഖുർആൻ എന്തു പറയുന്നു എന്ന കാര്യത്തിൻ്റെ പരിസരത്തേക്കൊന്നെടുക്കാനോ അതിൻ്റെ ആശയധാരയെ ഒന്ന് സ്പർശിക്കാനോ പറ്റില്ല. അതിൻ്റെ അക്കക്കമ്പിലേക്ക് അടുക്കാൻ പോലും പറ്റില്ല. എത്ര മുസ്ലിമുണ്ട് നമ്മളിൽ? ഇന്ന് രാവിലെ ഖുർആൻ ഒന്ന് തൊട്ടവരാരെങ്കിലും ഉണ്ടോ? ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ശുദ്ധി നന്നായിട്ടുള്ളവർക്ക് അള്ളാഹുവിൻ്റെ ഖുർആൻ തൊടാൻ പോലും പറ്റുള്ളൂ. തൊട്ടോ? എന്തുകൊണ്ട് തൊടാൻ പറ്റിയില്ല? പറ്റൂല. ലാ യമസ്സുഹു, അതിനെ തൊടൂല പരിശുദ്ധിയുള്ളവരല്ലാതെ. എത്ര കണ്ട് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധിയുണ്ടോ അത്ര കണ്ട് ഈ ഖുർആനെ ഒന്ന് തൊട്ടു നോക്കാൻ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് ശരിയായി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനും കഴിയുള്ളൂ. ഇപ്പോൾ തൊടുക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിലെടുത്താലും നമുക്കാർക്കും ഇപ്പോൾ തൊടാൻ പോലും പറ്റുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ആ തൊടലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്തസത്തെ അനുസരിച്ചുള്ള ഉപദേശം, നല്ല ഉദ്ദേശമുള്ള ഹൃദയവിശുദ്ധിയുള്ള അകം ശുദ്ധമായ ഒരാൾക്കല്ലാതെ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഹഖായിഖുകളിലേക്ക് അടുക്കാനാവില്ല എന്ന, അല്ലാതെ ആരും തൊടൂല എന്ന് മാത്രമല്ല, വെറും തൊട്ടേച്ചു പോകും പലരും തൊടും. ഇന്ന് പല ഫാസിഖീങ്ങളായ മുസ്ലിങ്ങൾ ഖുർആൻ തൊടുന്നുണ്ട്. അതുപോലെ തന്നെ യഹൂദി നസാറാക്കൾ ഖുർആനിൻ്റെ ഏറ്റവും മികച്ച വ്യാഖ്യാതാക്കളാണ്. അറിവേറെ ഉണ്ടായിട്ടോ പരിശുദ്ധ ഖുർആൻ ഉജ്ജ്വലമായി വ്യാഖ്യാനിച്ച് പ്രസംഗിച്ച വാഗ്മികളായതുകൊണ്ടോ, പരിശുദ്ധ ഖുർആൻ കൊണ്ട് അംഗീകാരവും ആദരവും നേടിയവരായതുകൊണ്ടോ, പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് പണമുണ്ടാക്കിയതുകൊണ്ടോ ഇതിനൊക്കെ പറ്റും ഖുർആൻ. പക്ഷേ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ഉള്ളിൽ ശുദ്ധിയുണ്ടെങ്കിലല്ലാതെ അതിൻ്റെ ആശയങ്ങളെ തൊട്ട് ജീവിക്കാനാവില്ല. ഇത്രയും അള്ളാഹു ഖുർആനെ പറഞ്ഞതിന് ശേഷം ഇന്നഹു ലഖുർആനുൻ കരീം ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ഓരോരുത്തർക്കും ആലോചിക്കാം, ഖുർആനെ അതിൻ്റെ അകം തൊടാൻ, അതിൻ്റെ പുറം തൊടാൻ തന്നെ പറ്റണില്ല. ഒന്ന് ഓതാൻ വേണ്ടിയെങ്കിലും അതിൻ്റെ അകം തൊടാൻ, അർത്ഥം പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതെന്നുള്ള രണ്ടാമത്തെ എനിക്കും നിങ്ങൾക്കും പറ്റണുണ്ടോ? ഇന്നത്തെ സുബഹിക്ക് ശേഷം ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, സുബഹി നമസ്കാരത്തിലെ ഖുർആൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി നിൽക്കുന്നതാണ്. മലായിക്കത്തുകൾ സാക്ഷി നിന്ന് അകമ്പടി സേവിച്ചുകൊണ്ട് പാരായണ കൗതുകത്തോടുകൂടി കേൾക്കുന്ന പ്രഭാത ഖുർആൻ പാരായണത്തിന് വേണ്ടിയെങ്കിലും അള്ളാഹുവിൻ്റെ ഖുർആനെ ഇന്നൊന്ന് തൊടാൻ നമുക്ക് പറ്റിയോ? ശുദ്ധി ഉണ്ടാകണം. നമ്മൾ എത്രമാത്രം ശുദ്ധിയാകാൻ ശ്രമിക്കുന്നോ അത്ര കൊണ്ട് ഖുർആൻ തൊടാൻ തോന്നും, അത്ര കൊണ്ട് ഖുർആൻ ഓതാൻ തോന്നും. റമദാൻ മാസത്തിൽ ഒരു മത്സരം ഖുർആൻ ഓതുന്ന കാര്യത്തിൽ വരാറുണ്ട്. എന്താ കാര്യം? അത്രയും ശുദ്ധി ഉണ്ടായി. ശുദ്ധി ഉണ്ടെങ്കിലേ ഖുർആൻ തൊടാൻ പറ്റൂ എന്നാണ് മഹാന്മാർ പറയുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ നിയോഗത്തെക്കുറിച്ച് 4 അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ആയത്തുകളിലൂടെ നമ്മളോട് പറയുകയുണ്ടായി. ലഖദ് പല ഭാഗത്തും പറഞ്ഞു. അതിലൊരിടത്ത് ഇബ്രാഹിം നബി പറഞ്ഞ വാക്കാണ്. എന്താണ് അതിൽ പറഞ്ഞത്? 4 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, യത്ലു അലൈഹിം ആയാത്തിഹി, ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കണം ആ നബി. വയുസക്കീഹിം, എന്നിട്ട് ആ നബി അവരെ സംസ്കരിക്കണം, മനസ്സ് ശുദ്ധീകരിക്കണം. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, എന്നിട്ട് ഖുർആനും അതിൻ്റെ ഹിക്മത്തുകളും അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഈ 4 ദൗത്യത്തിന് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ നബി അള്ളാഹ് നിയോഗിച്ചതെന്ന് ഒരിടത്ത് പറഞ്ഞത് ഈ വാചകങ്ങൾ ഇബ്രാഹിം നബിയുടേതാണ്. ഇബ്രാഹിം നബിയുടെ വാചകം പറഞ്ഞിടത്ത് യത്ലു അലൈഹിം ആയാത്തിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് ആ പ്രവാചകൻ
നീ ഒരു പ്രവാചകനെ അയക്കണം, ആ പ്രവാചകൻ നിൻ്റെ ഗ്രന്ഥം അവർക്ക് ഓതിക്കൊടുക്കണം, എന്നിട്ട് ആ ഗ്രന്ഥത്തെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ഇബ്രാഹിം നബിയുടെ വാചകം ഉദ്ധരിച്ചെടുത്ത് അള്ളാഹു പറഞ്ഞു. പക്ഷെ അള്ളാഹു 3 ഇടത്ത് ഈ അനുഗ്രഹത്തെ എടുത്തു പറഞ്ഞു. അവിടെ ഒന്നും ഈ ഓർഡറിലല്ല പറയുന്നത്. ലഖദ് മന്നല്ലാഹു സൂറത്ത് ആൽ ഇമ്രാനിൽ അള്ളാഹു പറഞ്ഞു, യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ആ നബി അവർക്ക് ഖുർആൻ ഓതിക്കൊടുത്തവരെ സംസ്കരിക്കുകയും പിന്നീട് അവരെ ഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഓതി മനസ്സ് സംസ്കരിച്ചവന് മാത്രമേ ഖുർആൻ പഠിപ്പിച്ചിട്ട് ഗുണമുള്ളൂ എന്നർത്ഥം. ഒരിടത്ത് അങ്ങനെ. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു സൂറത്തുൽ ജുമുഅയിൽ പറഞ്ഞു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂൽ യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. ഖുർആൻ ഓതി അകം നന്നാക്കിയവനെ വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. കിതാബ് പഠിപ്പിച്ചിട്ടേ ഗുണമുള്ളൂ. ഓതി ഉള്ളു നന്നാകണം. അള്ളാഹു 3 ഇടത്തും ഈ ദൗത്യം പറഞ്ഞിടത്ത് യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബയാ പറഞ്ഞത്. ഖുർആൻ ഓതി അകം നന്നാക്കി പിന്നെ ഖുർആൻ പഠിപ്പിച്ചു എന്നാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത് അള്ളാഹു എടുത്തു പറഞ്ഞിടത്ത് ഖുർആൻ ഓതി എന്നിട്ട് അവരെ ഖുർആൻ പഠിപ്പിച്ചു എന്നാ. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സംസാരം. അള്ളാഹു 3 ഇടത്ത് ആവർത്തിച്ചിടത്തും ഖുർആൻ ഓതി അകം നന്നാക്കി എന്നിട്ട് ആ നബി അവർക്ക് ഖുർആനും ഹദീസും പഠിപ്പിച്ചു കൊടുക്കും. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു നബി അയക്കുന്നത്. ഇപ്പം നബിയുടെ നിയോഗത്തിൻ്റെ ലക്ഷ്യം പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഓതി അകം നന്നാക്കി പാരായണം ചെയ്യുന്നതിന് മനുഷ്യൻ്റെ മനസ്സിനെ സംസ്കരിക്കാനുള്ള ശേഷിയുണ്ട്. അർത്ഥം അറിഞ്ഞും അറിയാതെയും ഓതുന്നതിന് ശേഷിയുണ്ട്. അറിയാത്തതിന് പോലും ശേഷിയുണ്ട്. പിന്നെ അറിഞ്ഞുള്ള ഓതലിൻ്റെ കാര്യം പറയണോ? അറിഞ്ഞാണ് ഓതേണ്ടത്. അങ്ങനെ അറിഞ്ഞോതി അകം നന്നാക്കിയവനെ വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. പിന്നെയാണ് കിതാബ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഉള്ളു നന്നാകാത്ത ഒരുത്തനും ഖുർആൻ പഠിപ്പിച്ചാൽ യുളില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. ഖുർആൻ പഠിച്ചാൽ അവൻ പിഴച്ചു പോകും. അകം നന്നായവനല്ലാതെ ഖുർആൻ പഠിച്ചാലും അവനെ പഠിപ്പിച്ചാലും അവൻ പിഴയ്ക്കുകയുള്ളൂ എന്നർത്ഥം. ഓതി യത്ലു അലൈഹിം 3 ഇടത്തുണ്ട്. യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം. എന്നിട്ട് അവരെ സംസ്കരിക്കണം. അല്ലാഹുവിൻ്റെ ഖുർആൻ ഓതി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മുടെ ആത്മസംസ്കരണം നേടിയവനല്ലാതെ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ. ഈ ഖുർആനെ തൊടാൻ പറ്റില്ല. ഈ ഖുർആൻ്റെ ഉള്ളിലേക്ക് കടന്ന് കയറാൻ പറ്റില്ല എന്ന് അല്ലാഹു പറയുക. പടച്ചതമ്പുരാൻ നമുക്ക് മനസ്സിലാക്കി തരട്ടെ. സഹോദരങ്ങളെ, ഈ പറച്ചിൽ വെറുതെ അല്ല. ഇന്ന് നമുക്ക് ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഖുർആൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നുണ്ടോ? ഖുർആനിൻ്റെ സന്ദേശങ്ങളെ നമ്മുടെ മുമ്പിൽ അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം ശരിയാണെന്ന് അംഗീകരിക്കാൻ മാത്രം നമ്മുടെ മനസ്സിന്ന് പാകതയുണ്ടോ? അള്ളാഹു തആല നമ്മളോട് പറഞ്ഞല്ലോ, കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം. സത്യവിശ്വാസികളോട് പറയുക നബി അവരുടെ കണ്ണുകളെ പൂട്ടാൻ, ചിമ്മാൻ. അന്യ പെണ്ണുങ്ങളെ കണ്ടാൽ അവളുടെ നേരെ കണ്ണ് തുറന്ന് പിടിക്കരുതെന്ന് പറ. കണ്ണ് ചിമ്മാൻ പറ. അതുപോലെ അത് വിശദമായി പറഞ്ഞു. ഇന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഖുർആനിൻ്റെ ഉള്ളിനെ സ്പർശിക്കാനാവാത്ത വിശുദ്ധിയില്ലാത്ത ഈ വൃത്തികെട്ട സമൂഹം എന്താ പറഞ്ഞേ? അതൊക്കെ പണ്ട് പഴഞ്ചൻ നിയമം പറഞ്ഞതാണ്. അതുകൊണ്ട് ഏത് പെണ്ണിനെയും കാണാം, എവിടെ വെച്ചും തൊടാം, എവളോടൊപ്പവും ഇരിക്കാം, എവളോടൊപ്പവും കിടക്കാം, ഏത് പുരുഷനോടൊപ്പവും ഒറ്റയ്ക്കാകാം. അല്ലേ? അതല്ലേ നമ്മൾ പ്രാക്ടീസ് ചെയ്യണേ? ഇല്ല, വിശുദ്ധിയില്ലാത്തവന് ഈ ഖുർആനിൻ്റെ അന്തസത്ത, അതിൻ്റെ ഉള്ളു തൊടാൻ കഴിയില്ല. അവൻ ഒരിക്കലും ഇത് അംഗീകരിക്കില്ല. മുസ്ലിം സമുദായം എന്ന് ഈ ആയത്ത് അംഗീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സത്യവിശ്വാസികൾ സ്ത്രീ പുരുഷന്മാരെ കണ്ടാൽ സ്ത്രീ പുരുഷനെയും വഖുല്ലിൽ മുഅ്മിനാത്തി, സത്യവിശ്വാസി പെണ്ണുങ്ങളോടും പറയാ ആണിനെ കാണുമ്പോൾ കണ്ണ് ചിമ്മാൻ. അപ്പണി ചെയ്യുന്ന ഏതെങ്കിലും മുസ്ലിം ഉണ്ടോ? അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ. ഏകാന്തതകളിൽ ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅ. ഒരാണും ഒരു പെണ്ണുമായി ഒറ്റയ്ക്കാവുകയില്ല. ഇല്ലാ കാന സാലിസുഹുമ ശൈത്താൻ. മൂന്നാമത് പിശാച് അവിടെ ഇടപെടാതെ ഒരാണും പെണ്ണും ഒരുമിച്ചാകുന്ന പ്രശ്നമില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞില്ലേ. ഇതൊക്കെ പഴഞ്ചനല്ലേ ഇന്ന് മുസ്ലിം സമുദായത്തിന്? ഖുർആൻ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ. ഇതിൻ്റെ അന്തസത്ത തൊട്ടറിയാൻ ശുദ്ധിയില്ലാത്ത ഒരുത്തനും കഴിയില്ല. നമ്മുടെ ശുദ്ധി എവിടെ കൈമോശം വന്നു? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്താ തെളിയിച്ചേ? ഇവിടുത്തെ ആധുനികന്മാരും പരമപരിഷ്കാരികളും എന്ന് അവകാശപ്പെടുന്നവൻ്റെയൊക്കെ അടുത്തേക്കൊരു പെണ്ണ് കയറി ചെന്നാൽ അവളെ കശക്കിയെറിയുന്ന കശ്മലന്മാർ മാത്രമാണ്. എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ആണും പെണ്ണും തമ്മിലൊന്ന് കണ്ടുപോയാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴുമോ? ഇസ്ലാമിൻ്റെ പഴഞ്ചൻ സംസ്കാരവും കൊണ്ട് വരികയാണ് തീവ്രവാദികൾ എന്നൊക്കെയല്ലേ പറഞ്ഞേ. എവിടെയെങ്കിലും ഒരു പെണ്ണൊരാണിൻ്റെ അടുത്തേക്ക് തനിച്ച് കയറിപ്പോയിട്ട് സുരക്ഷിതയായി കടന്നു വന്നു എന്ന് പറയാനാവുന്ന എന്തെങ്കിലും തെളിവുണ്ടോ? എന്താ ഹേമ കമ്മീഷൻ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടുത്തെ എത്ര പേരാ അവൻ്റെയൊക്കെ ആരാധകന്മാരായിട്ടുള്ളത്? എത്ര പേരാണ് ഈ വൃത്തികെട്ടവന്മാരുടെ ആരാധകന്മാരായിട്ടുള്ളത്? ഈ സമുദായം മുഴുവൻ അവൻ്റെയൊക്കെ ആരാധകന്മാരാണ്. അള്ളാഹുവിൻ്റെ ആരാധനയ്ക്ക് പകരം അവൻ്റെയൊക്കെ ഫാൻസായി മാറി. ആരുടെ
അന്യ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ അള്ളാഹു കൽപ്പിച്ച പരിശുദ്ധമായ സന്ദേശത്തിൻ്റെ അന്തസത്തയെ തൊടാൻ കഴിയാത്ത വൃത്തികെട്ടവന്മാർ, മനസ്സിൽ വിശുദ്ധിയില്ലാത്തവന്മാർ അല്ലേ? പെണ്ണുമായിട്ട് ആണെടുക്കുന്നിടത്ത് ഇന്നും ഇസ്ലാമിന് മാനദണ്ഡമുണ്ട്. ഇതാ ഇന്നഹൂല ഖുർആനുൻ കരീം, ഇത് മാന്യമായ ഖുർആനാണ് കേട്ടോ. നിൻ്റെ ഒന്നും ഇഷ്ടത്തിനനുസരിച്ച് നയം മാറ്റുന്ന ഖുർആൻ അല്ലിത്. ഇത് മാന്യന്മാരുടേതാണ്, അശ്ലീലതയില്ലാത്തവന്മാരുടെ, അധാർമികന്മാരുടേതല്ലാത്ത ഒരു ഗ്രന്ഥമാണിത്. ഇത് മാറ്റൂല, ഇതിൻ്റെ നിലപാട് മാറ്റൂല. ഇന്നഹു ലഖുർആനുൻ കരീം ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ, വിശുദ്ധിയുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ സർക്കാരിനെ പിടിച്ചുലച്ചത്, മുഖ്യമന്ത്രിമാർ വരെ എത്തിച്ചേർന്ന വിവാദങ്ങളിലേക്ക് ഓരോ മന്ത്രിമാരും ജനപ്രതിനിധികളും അപവാദ ചുഴിയിലകപ്പെട്ടത് ഒരൊറ്റ പെണ്ണ് കാരണമല്ലേ? ഈ സർക്കാരല്ല, ഇതിനു മുമ്പത്തെ സർക്കാർ. ഈ സർക്കാരും ചെറുപ്പക്കാരിയായ ഒരു പെണ്ണ് കാരണമല്ലേ മന്ത്രിമാരും സ്പീക്കറും മുഖ്യമന്ത്രി വരെ അപവാദ ചുഴിയിലകപ്പെട്ടത്? പെണ്ണും ആണും തമ്മിൽ ഏകാന്തതയിൽ അകപ്പെട്ടാൽ അപകടമാണെന്ന പരിശുദ്ധ ഖുർആനിൻ്റെ ഈ സന്ദേശത്തെ, ഈ അന്തസത്തയെ ഉൾക്കൊള്ളാൻ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ, മനസ്സിൽ അഴുക്കില്ലാത്ത വൃത്തിയുള്ളവന്മാർക്കേ കഴിയൂ. അത് മുസ്ലിമാണെന്ന് പേരിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഇത് പറയാൻ പോലും ഇന്ന് ആളുകൾക്ക് പേടിയാ. ഇങ്ങനെയൊക്കെ പറയാമോന്നാ? മനസ്സിലാകില്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ അത് മനസ്സിലാകണമെങ്കിൽ അല്പം വിശുദ്ധി ഉണ്ടായിരിക്കണം എന്ന് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുക. അള്ളാഹു നമ്മെ മനസ്സിലാക്കി തരുമാറാകട്ടെ. ഇത്രയും പറഞ്ഞിട്ട് ഒരു വലിയ കാര്യമല്ല പറഞ്ഞ് ചേക്കണേ. അള്ളാഹുവിൻ്റെ ഖുർആൻ്റെ മാർഗദർശനം കൊണ്ട് ജീവിച്ച് ദുനിയാവിൽ രക്ഷപ്പെട്ട ആഖിറത്തിൽ സ്വർഗം കിട്ടണമെങ്കിൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വിശുദ്ധി ഒരല്പം ഉണ്ടായിരിക്കണം എന്നാണത് സൂചിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ദീർഘിപ്പിക്കാൻ നേരമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി പറയാനുള്ളത്, പരിശുദ്ധമായ ഹജ്ജിൻ്റെ അപേക്ഷ കൊടുക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഹജ്ജിന് എല്ലാ സഹോദരങ്ങളും അർഹരായ ആളുകൾ ഹജ്ജിന് അപേക്ഷിക്കാൻ എത്രയും വേഗം ശ്രമിക്കണം എന്ന് വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യന് പൊതുവേ ഉള്ള ഒരു അപകടമാണ് ഹജ്ജിന് അള്ളാഹു അവസരം നൽകുമ്പോൾ അതിൻ്റെ അനുകൂല സാഹചര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ നമ്മൾ ഹജ്ജ് മറക്കും. അവസാനം കയ്യിൽ നിന്നെല്ലാം കൈവിട്ടു പോകുമ്പോൾ ഹജ്ജ് ചെയ്യണമെന്ന് മോഹമാകും. മാറ്റി വെച്ച് കൊച്ചു കൊച്ചു കാര്യം പറഞ്ഞ് മകളെ കെട്ടിക്കാൻ, മകൻ്റെ കല്യാണം നടത്താൻ, വീട് വയ്ക്കാൻ, കാറ് വാങ്ങാൻ എന്നും പറഞ്ഞ് കയ്യിൽ കാശുള്ളപ്പോൾ ഹജ്ജ് നഷ്ടപ്പെടുത്തിയവർ, പിന്നീടത് നഷ്ടപ്പെട്ടിട്ട് ഹജ്ജ് ചെയ്യാനാവാതെ ആരോഗ്യം നഷ്ടപ്പെട്ടായി പോകുന്നവർ അപകടം പിടിച്ചവരാണ്. അവരുടെ നരകം അവർ വിലയ്ക്ക് വാങ്ങുകയാണ്. ഹജ്ജ് ചെയ്യാതിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ നഷ്ടം ഈമാൻ്റെ നഷ്ടമാണ്. ഒമൻ കഫർ, ഹജ്ജ് ചെയ്യാൻ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത്, ഓരോ മനുഷ്യർക്കും അള്ളാഹുവിൻ്റെ മേലുള്ള അവകാശമാണ്. അവർ പരിശുദ്ധ ഹജ്ജിന് ഹറമിലേക്ക് അവർ ഹജ്ജിനായി പോകണം, ലക്ഷ്യം വെച്ച് പോകണമെന്നുള്ളത്. ഒമൻ കഫറ, ആര് കുഫറിൻ്റെ പണി, കാഫിർ ആയോ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അതിൻ്റെ വാക്കിൻ്റെ അർത്ഥമാണ്. അതിന് പൂർണ്ണ കാഫിറായി ഹജ്ജ് ചെയ്യാത്തവനൊന്നും മഹാന്മാർ അർത്ഥം കൽപ്പിക്കുന്നില്ലെങ്കിൽ അള്ള പറഞ്ഞത് ഒമൻ കഫറ എന്ന. മൻ മലക്ക സാദം വറാഹില, ആർക്ക് യാത്ര ചെയ്യാൻ വാഹനവും യാത്രയുടെ പാഥേയങ്ങളും കൈവശമുണ്ടായിട്ടും വലം ഹജ്ജ് ചെയ്തില്ലെങ്കിൽ ഫല്യമൂത്തി യഹൂദി എന്നോ നസ്രാനിയ, ജൂതനോ നസ്രാനിയോ ആയിട്ട് അവൻ മരിച്ചു പോയിക്കൊള്ളട്ടെ, എനിക്കൊരു ഛേദവുമില്ല എന്ന ഹദീസും ഈ ആയത്തിന് ഉപോത്ബലകമാണ്. അതുകൊണ്ട് അള്ളാഹു അവസരം തന്ന ആദ്യ സന്ദർഭങ്ങളെ പാഴാക്കിയിട്ട് ഹജ്ജിന് വേണ്ടി കാത്തിരിക്കുന്നവർ പിന്നെ പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരിക്കലും അവരുടെ ഉത്തരവാദിത്വം വീടുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് എത്രയും വേഗം സെപ്റ്റംബർ 9 മുമ്പ് അപേക്ഷയുടെ തീയതി അവസാനിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഹജ്ജിന് അപേക്ഷിച്ചു കൊള്ളുക അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരുമാറാകട്ടെ. അതിൽ നമുക്ക് ലാഭമാണ്, അതിൽ നമുക്ക് നന്മയാണ്, അതിൽ നമുക്ക് ഐഹികവും പാരത്രികവുമായ വിജയമാണ്. അതിന് ചെലവാക്കുന്ന പണം അള്ളാഹു മടക്കിത്തരുമെന്ന് ഓഫറുള്ള തുകയാണ്. അനുഭവസ്ഥർക്കത് ബോധ്യമുള്ള കാര്യവുമാണ്. അള്ളാഹു കാര്യം മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് തരുമാറാകട്ടെ.